നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനും തന്മൂലം ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ധാരാളം യാത്രകൾ വേണ്ടി വരിക, ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലികൾ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒരു ആചാര്യസ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വാത രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളാണ്, അതിന് പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ, അതായത് ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ തൃപ്തികരമായുള്ള വിഭാഗത്തിൽ ഉപരിപഠനത്തിന് പല വിദ്യാർത്ഥികൾക്കും അവസരങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ പഠിക്കാനുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ തൊഴിൽ മേഖലകൾ അവലംബിക്കാനിടവരും. ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാര പ്രവൃത്തികൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ സാമ്പത്തികമായുള്ള നേട്ടത്തിന് യോഗം കാണുന്നു. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടവരും. സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ നിർബന്ധമായിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും അന്തിമ നിമിഷത്തിൽ മനസ്സിലുദ്ദേശിക്കുന്ന വിഭാഗം തന്നെ ഭാഗത്തിൽ വന്നു ചേരുവാനും തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന പല വിദ്യാർത്ഥികൾക്കും ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും വിധിയെ കുറ്റം പറയാതെ സ്വയം എല്ലാ കാര്യങ്ങളിലും ധ്രുവീകരിക്കുവാൻ തയ്യാറാകുന്നതും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുവാനും ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. തൊഴിൽ മണ്ഡലങ്ങളിൽ പല വിധത്തിലുള്ള അപാകതകളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം പരിഹരിക്കുവാനും അതിലൊരു പൂർത്തീകരിക്കുവാനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്ന് ചേരും. കഴിഞ്ഞ 3-4 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ ജൂൺ മാസത്തിന് ശേഷമേ തുടക്കം കുറിക്കേണ്ടതുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ മാസത്തിൽ തന്നെ അതിനുള്ള ഭൂമി ക്രമപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളൊക്കെ യോഗമുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതമായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടവരും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം പല വിദ്യാർത്ഥികളും വിനിയോഗിക്കുവാനിടയുണ്ട്. വിവരസാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടവരും. കലാ, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും ഒരുപക്ഷെ സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. വിജയശതമാനം മനസ്സിലുദ്ദേശിക്കുന്നതിലുപരി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും കൂടുതൽ പ്രയത്നിക്കാനും
പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ദൃഷ്ടിപഥത്തിലുള്ള ഇതെല്ലാം തന്നെ ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണകൾ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കിയിട്ടും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാധ്യത കാണുന്നു. അനുഭവജ്ഞാനമുള്ള മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയാശംസകൾ വന്നു ചേരുവാനും വിജയപ്രതീക്ഷകൾ സഫലമാകുവാനും ഇടയുണ്ട്. കീഴ്വഴക്കം മാനിച്ച് തൊഴിൽ മണ്ഡലങ്ങളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പല ജോലിക്കാർക്കും നിർദ്ദേശങ്ങളും പരിശീലനങ്ങൾ നടത്തുവാനും ഇടയുണ്ട്. വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള ആധുനിക പ്രചരണ രീതികൾക്ക് പുതിയ രൂപരേഖ തയ്യാറാക്കുവാനും തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിവും പ്രാപ്തിയും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും കുടുംബപരമായിട്ടും പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. എന്നാൽ അതൊരു പ്രവർത്തന തലത്തിൽ എത്തിച്ചേരുക എന്നത് ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പൊതുവെ 6 മാസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 9 മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 10 മാസത്തിൻ്റെ ഉള്ളിലോ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഈ പുതിയ കരാർ ജോലികൾക്ക് അതിനു വേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ജന്മനാട്ടിലേക്ക് ചിലർ തിരിച്ചു പോരുവാൻ തീരുമാനിക്കും. വേറെ ചിലർ തത്തുല്യമായിട്ടുള്ള പദവിയോടുകൂടിയതായിട്ടുള്ള മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകും. വേറെ ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ പാർപ്പിച്ച് വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുവാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും കഴിഞ്ഞ പ്രാവശ്യം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകളൊക്കെ നൽകി ഉപരിപഠനത്തിന്, എന്നാൽ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ആദ്യ പുനരപേക്ഷകൾ നൽകുന്നതിൽ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന ആശയത്തോടുകൂടി പ്രവേശനം ലഭിക്കുവാനും പ്രാഥമികമായിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾക്കും യോഗമുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. പുത്രപൗത്രാദി സൗഖ്യത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ ആശയവിനിമയങ്ങളോടുകൂടി കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ജനക്ഷേമ പദ്ധതികൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും എല്ലാവിധത്തിലുള്ള പിന്തുണകളും എല്ലാ വിഭാഗത്തിനും വന്നു ചേരുന്നത് വഴി ആശ്വാസകരമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം ഉണ്ടാകും. അത് ഭാവിയിലേക്ക് തന്നെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടിയും വളരെ പക്വതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ജീവിതമാർഗത്തിന് പുതിയ ആശയങ്ങളും പുതിയ സാഹചര്യങ്ങളും ഉണ്ടാകുന്നത്
സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് വൃദ്ധിക്ഷയമുള്ള അവസ്ഥയായിരുന്നു. അതായത് ഉയർച്ച താഴ്ചകളുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ജൂൺ മാസം മുതൽ അതിലൊരു ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴി ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ ഇടവരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവധി ദിനങ്ങളിൽ പോലും 1-2 മണിക്കൂർ ഒരു വിഹംഗ വീക്ഷണത്തോടു കൂടി ജോലി ചെയ്തും കൊണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതുമാണ്. 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് വഴി ചിലർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ മറ്റു ചിലർക്ക് 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം അങ്ങനെയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ ഇടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കും ധർമ്മപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പരിശീലനം കൃത്യമായുള്ള രീതിയിൽ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പൂർണ്ണത ഇല്ലാത്ത പല കാര്യങ്ങൾക്കും അതിനുവേണ്ടി അഹോര പ്രയത്നിക്കുന്നത് നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക എന്ന കൃത്യമായുള്ള ഉപദേശം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഓർമ്മശക്തി കുറവ് ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏറ്റെടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. കുടുംബ തർക്കത്തിൽ നിന്നും യുക്തിപൂർവ്വം വിട്ടു നിൽക്കുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെയും സ്വവ്യക്തമായിട്ടുള്ള ധാരണകൾ എല്ലാം അവലംബിക്കാൻ അവസരം വന്നു ചേരും. വിമർശനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുവാനും യുക്തിയുക്തം എല്ലാ കാര്യങ്ങളും അവലംബിക്കുവാനും ഇടവരുവാൻ ഇടയുണ്ട്. പലപ്പോഴും അതിശയോക്തി കലർന്ന സംസാര രീതികളെല്ലാം ഒഴിവാക്കി വളരെ കൃത്യമായുള്ള രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. സഹനശക്തി, ക്ഷമ, ആദരവ് മുതലായവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനിടവരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് 3 മാസത്തിന് ശേഷം ഉദ്യോഗത്തിൽ ഒരു പരിവർത്തനം, സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട് എന്ന സാഹചര്യത്തിൽ ഇനി മുതൽ ഗൃഹനിർമ്മാണം തുടങ്ങിയാലോ, നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചാലോ എന്ന അതിനൊരു ധാരണ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായി ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന് ചെറിയ രീതിയിൽ അപകടം വന്ന് ഭവിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകളെല്ലാം തന്നെ അവിചാരിതമായിട്ട് തന്നെ അത്ഭുതകരമായിട്ട് തന്നെ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും ഈശ്വരാധീനവും
അതിൻ്റെ സഹായ സഹകരണങ്ങളും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും ജൂൺ മാസം മുതൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണതയിലെത്തിക്കുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കാനിടവരും. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസം മുതൽ പുനരാരംഭിക്കുവാനും ഒരു വരുന്ന ഡിസംബർ മാസത്തിലൊക്കെ തന്നെ ആയിരിക്കും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടക്കം കുറിക്കാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട ഇതിനോടനുബന്ധമായിട്ടുള്ളൊരു ജോലിയാണ് അല്ലെങ്കിൽ പോലും പുതിയതായിട്ടുള്ളൊരു മേഖലയാണ്, എന്നാൽ അതെല്ലാം പഠിച്ച് ചെയ്യാമെന്ന സങ്കല്പത്തോടു കൂടി തന്നെ പരിശീലനമൊക്കെ ലഭിക്കും. അതിന് തക്കവണ്ണം ഒരു ജോലി മാറാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി പല വിധത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തയ്യാറാകുവാനിടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകളും ഉപദേശങ്ങളും സ്വീകരിച്ചും കൊണ്ട് സ്വന്തം ചെയ്തു വരുന്ന പല പ്രസ്ഥാനങ്ങൾക്കും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. അവിചാരിതമായി ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ വസ്തുതർക്കം പരിഹരിക്കാനിടവരും. ആരോഗ്യം തൃപ്തികരമായ സ്ഥിതിക്ക് യാത്രകളെല്ലാം പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ ആഴ്ചയിലൊരിക്കൽ യാത്രയെ തുടങ്ങി വയ്ക്കുകയും ജൂൺ മാസത്തിന് ശേഷം ദിവസവുമുള്ള യാത്രയ്ക്ക് തക്കവണ്ണം തയ്യാറാകുവാൻ ഇടയുണ്ട്. ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുന്നത് വഴി പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചാലോ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹം നിർമ്മിച്ചാലോ എന്ന ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ ഈ മാസത്തിൽ ലഭിക്കുവാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ജൂൺ മാസത്തിന് ശേഷമേ അതൊരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മറ്റു ചിലർ ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ധ്രുവീകരിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്.
മാർച്ച് മാസത്തിൽ മാറ്റി വാങ്ങേണ്ടതായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ മാസത്തിൽ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മാസത്തിൽ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വ്യാകുലപ്പെടാതെ എല്ലാത്തിനെയും അതിജീവിക്കാൻ തയ്യാറാകുന്നത് നന്നായിരിക്കും. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുതിയ വ്യാപാര വിപണന വിതരണ മേഖലയുടെ ആശയങ്ങൾ വന്നു ചേരുവാനും അതിന് സജീവമായി പ്രവർത്തിക്കാനും ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.